അർജന്റീനയും ബ്രസീലും രണ്ട് ദുർബലരായ ടീമുകളോടാണ് തോറ്റത്. ഇക്വഡോർ അത്ര ദുർബലമല്ല എങ്കിൽ പോലും. പക്ഷേ ബി ടീമുമായിട്ടാണോ ഇറങ്ങിയത്? ഒരു പ്രേക്ഷകർ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചു കണ്ടു ഫൈസൽ. ഈ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ലയണൽ മെസ്സി കളിച്ചിട്ടില്ല എന്ന് മാറ്റി നിർത്തിയാൽ ഏതാണ്ട് ഫുൾ ടീമെല്ലാം അവരുടെ പ്രധാനപ്പെട്ട കളിക്കാരെല്ലാം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മക്കൾ അലിസ്റ്ററും അതോടൊപ്പം തന്നെ ഹുലിയൻ അൽവാരസും അടക്കമുള്ള താരങ്ങൾ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ മത്സരം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക മത്സരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്കലോണിയോട് പ്രത്യേകം അനുവാദം വാങ്ങി മെസ്സി ടീമിനൊപ്പം ചേരാതിരുന്നതും. കാരണം ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ അവസാന മത്സരമായിരുന്നു. അർജന്റീനയാണെങ്കിൽ നേരത്തെ തന്നെ യോഗ്യത ഉറപ്പാക്കിയിട്ടുമുണ്ട്. താരങ്ങൾ അത്യാവശ്യം വിശ്രമം എടുക്കേണ്ട ഒരു മത്സരമായിട്ടാണ് പരിശീലകരും ഇതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ നിർണായകമല്ലാത്ത ഒരു മത്സരം എന്ന നിലയിലാണ് ഇതിനെ കണ്ടത്. ഇക്വഡോറിലായിരുന്നു മത്സരം നടന്നതും ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അർജന്റീന തോൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രതിരോധ നിരയിലെ പ്രധാന താരമായ ഒട്ടാമണ്ടി 31-ാം മിനിറ്റിൽ ചുവപ്പ് കാർഡ് കണ്ടതിനെ തുടർന്ന് 10 പേരുമായിട്ടാണ് അർജന്റീന കളിച്ചത്. മറുഭാഗത്ത് ഇതേപോലെ തന്നെ ഇക്വഡോറിനും ഒരു റെഡ് കാർഡ് ലഭിച്ചിരുന്നു, കെസിഡോക്ക് റെഡ് കാർഡ് ലഭിച്ചിരുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ് പക്ഷേ അർജന്റീനയ്ക്ക് സ്വന്തമാക്കാനും കഴിഞ്ഞില്ല. പക്ഷേ നമുക്കറിയാം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാർലോ ആൻസലോട്ടി അവരുടെ പരിശീലകനായിട്ട് ചുമതലയേൽക്കുന്നു. അതിനുശേഷം ഒരു ടീം റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ സുപ്രധാന താരങ്ങൾക്കാർക്കും അവസരം നൽകിയിട്ടില്ല. പുതിയ ഒരു പ്രത്യേകിച്ച് ചിലിയുമായി കളിച്ച ടീമിൽ നിന്നും പൂർണ്ണമായി മാറ്റം വരുത്തിക്കൊണ്ട് 2 താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ബാക്കി എല്ലാ താരങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ടീമിനെയാണ് ബ്രസീൽ അവതരിപ്പിച്ചത്. പക്ഷേ ബൊളീവിയക്കെതിരെ അവരും തോറ്റുപോയി എന്നുള്ളതാണ്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്രസീലിൻ്റെയും തോൽവി ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി ലാറ്റിൻ അമേരിക്കയിലെ ലോകകപ്പ് യോഗ്യതാ പോരാട്ടങ്ങൾക്ക് അവസാനം കുറിച്ചിരിക്കുന്നു. യോഗ്യത നേടിയിട്ടുള്ള ടീമുകൾ നേരത്തെ തന്നെ യോഗ്യത നേടിയത് അർജന്റീനയാണ്. ആദ്യം തന്നെ യോഗ്യത നേടിയത് ഇക്വഡോർ ജയത്തോടു കൂടി 2ാം സ്ഥാനക്കാരായി യോഗ്യത നേടിയിരിക്കുന്നു. കൊളംബിയ, ഉറുഗ്വേ, ബ്രസീൽ, പരാഗ്വേ ടീമുകളാണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും യോഗ്യത നേടിയിരിക്കുന്നത്. ബൊളീവിയയ്ക്ക് പ്ലേ ഓഫ് സാധ്യത കൂടിയുണ്ട്. ഇന്നത്തെ ജയത്തോടു കൂടിയുണ്ടായ ഏറ്റവും വലിയ മാറ്റം അതാണ്. ബൊളീവിയ വെനസ്വലയെ മറികടന്ന് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ലാറ്റിൻ അമേരിക്കയിലെ ഫുട്ബോൾ ആരാധകർക്ക് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകളെ പിന്തുടരുന്ന ആരാധകർക്ക് നിരാശയുണ്ടെങ്കിലും യൂറോപ്യൻ ടീമുകളെ പിന്തുടരുന്ന ആരാധകർക്ക് സന്തോഷമുള്ള വാർത്ത കൂടിയുണ്ട്. ഡോക്ടർ അരുൺകുമാർ, അതിലേറ്റവും ശ്രദ്ധേയം CR7 ഇന്നലെ വീണ്ടും ഗോൾ നേടിയിരിക്കുന്നു എന്നാണ്. തുടർച്ചയായ 2ാം ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് CR7 ഗോൾ നേടുന്നത്. ഹംഗറിക്കെതിരെ 3-2 വിജയമാണ് പോർച്ചുഗൽ ഇന്നലെ സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് ഇംഗ്ലണ്ടാണ്. വലിയ വിജയമാണ് സെർബിയക്കെതിരെ ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. 5 ഗോളിൻ്റെ വിജയമാണ്. അതോടൊപ്പം ഫ്രാൻസും ഇന്നലെ ഗോൾ നേടിയിട്ടുണ്ട്. വിജയം നേടിയിട്ടുണ്ട്. എംബാപ്പെ ഗോൾ നേടിയ മത്സരത്തിൽ ഫ്രാൻസ് 2-1 ഐസ്ലൻഡിനെ തോൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഓക്കെ താങ്ക് യു ഫൈസൽ. വളരെ വിശദമായി തന്നെ അത് കേട്ടു. ഫൈസലാണ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അർജന്റീന മെസ്സി കളിച്ചില്ല എന്നത് മാറ്റി നിർത്തിയാൽ അർജന്റീനയുടെ ബാക്കിയുള്ള ഫുൾ ടീം തന്നെയായിരുന്നു കളിച്ചത്. പക്ഷേ യോഗ്യതാ റൗണ്ടിൽ ഇരു ടീമുകളും ബ്രസീലാണെങ്കിലും അർജന്റീനയാണെങ്കിലും യോഗ്യത നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മത്സരം ആ അർത്ഥത്തിൽ നിർണായകമൊന്നും ആയിരുന്നില്ല. പക്ഷേ CR7, ഞാൻ ഇന്നലെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു മെസ്സേജ് അയച്ചു തരികയായിരുന്നു. CR7 കുറേയധികം ആരാധകർ ഇന്നലെ കൂട്ടത്തോടെ സൈബർ പൊങ്കാല ഇടുകയായിരുന്നു. കാരണം ഞാനൊരു ചോദ്യം ചോദിച്ചു, മെസ്സി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ആർക്കാണ് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അത് ചില CR7 ഫാൻസിന് ഇഷ്ടപ്പെട്ടില്ല. ക്ഷമിക്കണം കേട്ടോ. മെസ്സിയോടൊപ്പം തന്നെ അത്രയും ആരാധകർ നമ്മുടെ റൊണാൾഡോയ്ക്കുമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് പേര് വന്ന് അതിൽ കമൻറ്റ് ചെയ്യുന്നതുമൊക്കെ കണ്ടു. അപ്പോൾ ആ വെല്ലുവിളി നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നു. മെസ്സിയോളം തന്നെ CR7 ആരാധകരുണ്ട് കേരളത്തിൽ. അപ്പോൾ CR7 നമ്മുടെ റൊണാൾഡോ ഇന്നലെ ഗോൾ അടിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് 2ാമത്തെ ഗോൾ യോഗ്യതാ റൗണ്ടിൽ 2ാമത്തെ മത്സരത്തിലാണ് ഗോൾ അടിക്കുന്നത്.